PSC എക്സാമുകളിൽ നീതി ആയോഗിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നീതി ആയോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിലവിൽ വന്ന വർഷം എന്നാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഈ നീതി ആയോഗ്, നീതി എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മളോട് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ നീതി എന്നതിന്റെ പറയുന്ന ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഓക്കെ, നീതി എന്നതിന്റെ ഫുൾ ഫോം ആണിത്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഫസ്റ്റ് അധ്യക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതായത് 2015 ആ കാലഘട്ടത്തിലൊക്കെ നരേന്ദ്രമോദിയാണ്. അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ, അതായത് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുപോലെ ഫസ്റ്റ് വൈസ് ചെയർമാൻ, അതായത് ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് പനഗരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇന്ത്യ ഇത് എമർജിംഗ് ജെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ കെ ബെറിയാണ്. അതായത് ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് പനഗരിയാണ്. ഇപ്പോഴത്തെ, അതായത് നിലവിലെ വൈസ് ചെയർമാൻ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സുമൻ കെ ബെറിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫസ്റ്റ്, അതായത് നീതി ആയോഗിന്റെ ആദ്യത്തെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞിരിക്കുന്നത് സിന്ധു ശ്രീ ഹുള്ളറാണ് ആദ്യത്തെ CEO. അതായത് നീതി ആയോഗിന്റെ ആദ്യത്തെ CEO എന്ന് പറഞ്ഞിരിക്കുന്നത് സിന്ധു ശ്രീ ഹുള്ളറാണ്. നെക്സ്റ്റ് ഇപ്പോഴത്തെ CEO എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് നമ്മളോട് ചോദിക്കാം. ഇന്ത്യയിലെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗ് ആണ്. ഇന്ത്യയിലെ പോളിസി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വ്യവസായ സേവന മേഖലകളില് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, അതായത് സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന ഒരു ഉദ്ദേശം കൂടി എന്തിനുണ്ട്? നീതി ആയോഗിനുണ്ട്. അതുപോലെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട്. നെക്സ്റ്റ്, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. നെക്സ്റ്റ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതും നീതി ആയോഗിന്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, സഹകരണ ഫെഡറലിസം ഉറപ്പുവരുത്തുക. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നീതി ആയോഗില് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ.